എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ മൂന്നാമത്തെ പാർട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് പഠിക്കുന്നത് സ്കിൻ ഷെയ്ഡിങ് എങ്ങനെ ചെയ്യാം, നമ്മൾ സ്മൂത്ത് ആയിട്ടുള്ള സ്കിൻ ഷെയ്ഡിങ് എങ്ങനെ ചെയ്യാം എന്നൊരു ട്യൂട്ടോറിയലാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. ഞാനിവിടെ ഫസ്റ്റായിട്ട് ഇവിടെ ആർട്ട്ലിൻ എന്ന പെൻസിൽ എടുത്തിട്ട് അത് 2B പെൻസിൽ എടുത്തിട്ട് ഞാനിവിടെ ഫുള്ളായിട്ട് ഷെയ്ഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ ബ്ലെൻഡ് ചെയ്യാനായിട്ട് ഇവിടെ ഫിംഗറാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ വിരൽ ഉപയോഗിച്ചിട്ട് നല്ലപോലെ നമ്മൾ ബ്ലെൻഡ് ചെയ്തു. പിന്നെ നമുക്ക് ഡാർക്ക്നെസ് ഏരിയ നമ്മൾ റെഫറൻസ് പേക്ക് നോക്കുക. അപ്പോൾ റൈറ്റ് സൈഡിൽ കുറച്ച് തമ്മനയുടെ ആ നെറ്റിയുടെ ഭാഗത്ത് കുറച്ച് ഡാർക്ക്നെസ് ഏരിയ കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളവിടെ കുറച്ച് ഡാർക്കായിട്ട് ഷെയ്ഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ലെയറായിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്തു. നമുക്ക് പെൻസിൽ ഡ്രോയിങ്ങിൽ ബ്ലെൻഡ് ചെയ്യാനായിട്ട് കുറേ ടൈപ്സ് വഴികൾ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ സാധാരണ നമുക്ക് ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് മേക്കപ്പ് ബ്രഷ് ഉപയോഗിക്കാം. അതും അല്ലെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ ഏരിയയ്ക്കാണെങ്കിൽ ഇയർബഡ്സ് ഉപയോഗിക്കാം. അപ്പം അങ്ങനെ കുറേ ടൈപ്പ് നമുക്ക് ചെയ്യാം. പിന്നെ ഫിംഗർ നോർമലായിട്ടുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഡ്രോയിങ്ങിൽ നമ്മൾ ഫിംഗറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫിംഗർ ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ല സ്മൂത്തായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, പിന്നെ ഞാൻ ഇവിടെ ചെറിയ ഭാഗത്ത് നമ്മളിവിടെ ഇയർബഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. ആ മൂക്കിൻ്റെ ഭാഗത്ത്, അതുപോലെ തന്നെ കണ്ണിൻ്റെ താഴ്ഭാഗത്ത് ആ ഒരു പോർഷൻസൊക്കെ നമ്മളിവിടെ ചെറിയ ചെറിയ ഭാഗമായതുകൊണ്ട് തന്നെ ഞാനിവിടെ ഇയർബഡ്സ് ഉപയോഗിക്കുന്നു. അപ്പോൾ പെൻസിൽ ഡ്രോയിങ് ശ്രദ്ധിക്കുക, നമ്മൾ ചെറിയ ചെറിയ പോർഷൻസിൽ നമ്മൾ ഇതുപോലത്തെ ചെറിയ ചെറിയ ബ്ലെൻഡിങ് ടൂൾസ് വേണം ഉപയോഗിക്കാൻ. ഓക്കെ, ബാക്കി ആ മൂക്കിൻ്റെ ഷേപ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കുന്നു. ഇതിൽ പിക്ചർ വെച്ചാൽ നമ്മൾ തമ്മനയുടെ നല്ലൊരു വെളുത്ത നിറമായതുകൊണ്ട് തന്നെ അധികം നമുക്ക് ഡാർക്ക് ആക്കേണ്ട ആവശ്യമില്ല. സ്കിൻ ടോണൊക്കെ നമുക്ക് ലൈറ്റ് സ്മൂത്തായിട്ട് ഷെയ്ഡ് എടുത്താൽ മതി. അധികം ഡാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് ആയിട്ട് നമുക്ക് തോന്നിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ചിത്രം കുറച്ച് ലൈറ്റ് ഷെയ്ഡിങ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഹൈലൈറ്റ്സും പിന്നെ ഷേഡോസുമാണ് ഇതിൽ കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് മൂക്കിൻ്റെ ആ ഷേപ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കാം. 2B പെൻസിൽ വെച്ചിട്ട് ഞാനിവിടെ ഫുള്ളായിട്ട് ആ ഒരു ആംഗിൾസ് വരക്കുന്നു. മൂക്കിൻ്റെ ആ ആംഗിൾ ജസ്റ്റ് ഷെയ്ഡിങ് ടൈപ്പ് കൊടുക്കുന്നു. പിന്നെ മൂക്കിൻ്റെ ആ ഷാർപ്നെസ് ഉള്ള ഭാഗം ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ശ്രദ്ധിച്ച് നോക്കുക. പിന്നെ ഞാൻ ജസ്റ്റ് ഫിംഗർ വെച്ചിട്ട് ഞാൻ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ആ കണ്ണിൻ്റെ താഴ്ഭാഗത്ത് കുറച്ച് ഡാർക്ക്നെസ് ഏരിയ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫിംഗർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്തെടുക്കുന്നു. എന്നിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് മൂക്കിൻ്റെ ആ ഒരു പോർഷൻസ് കിടക്കാം. മൂക്കിൻ്റെ ആ പോർഷൻസ് ആ ചെറിയൊരു ഭാഗത്ത് ചെറിയ ഡാർക്ക്നെസ് ഏരിയ കൊണ്ട് തന്നെ ഞാൻ ലൈറ്റായിട്ട് 2B പെൻസിൽ വെച്ചിട്ട് ഞാനിവിടെ ലൈറ്റായിട്ട് ഷെയ്ഡ് എടുക്കുന്നു. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ ഫിംഗർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചു വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി മൂക്കിൻ്റെ ജസ്റ്റ് കവളിൻ്റെ ഭാഗത്ത് ചെറിയൊരു ഷെയ്ഡിങ്സ് ഉണ്ട്. അപ്പോൾ അത് നമ്മളിങ്ങനെ ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്തിട്ട് ഞാൻ ഫിംഗർ വെച്ചിട്ട് ലൈറ്റായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഫിംഗർ വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഫിംഗർ വെച്ചിട്ട് കറക്റ്റായിട്ട് ആ ഷെയ്ഡിങ്സ് നോക്കിയിട്ട് വേണം നമ്മളിവിടെ ഫിംഗർ വെച്ചിട്ട് ഉരക്കാൻ. പിന്നെ ഞാനിവിടെ മൂക്കിൻ്റെ ആ ഒരു പോർഷൻസ് കുറച്ച് കാണിക്കുകയാണ്, ബ്ലെൻഡ് ചെയ്ത് കാണിക്കുകയാണ്. കുറച്ച് ഡാർക്കായിട്ട് കാണിക്കുക. ഓക്കെ, ബാക്കി കണ്ണിൻ്റെ ആ ഒരു റൈറ്റ് സൈഡിലെ കണ്ണിൻ്റെ ആ പുരികത്തിൻ്റെ മുകൾ വശം നമുക്ക് കുറച്ച് ഷെയ്ഡിങ്സ് കുറച്ച് അധികം ഉണ്ട്. അവിടെ ഇരുട്ട് കുറച്ച് കയറുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്ത് നമ്മൾ സാവധാനം ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ചുണ്ടിലേക്ക് കിടക്കാം. ചുണ്ട് വരക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ആ ലിപ്പ് എങ്ങനെയാണോ ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അവിടെ വരച്ച ഔട്ട്ലൈൻ ഒന്ന് പെർഫെക്റ്റ് ആക്കാൻ ശ്രമിക്കുക. ഫസ്റ്റ് ഞാൻ റെഫറൻസ് പിക്ചർ നോക്കിയിട്ട് ഞാൻ ഇവിടെ ചുണ്ട് പോർഷൻസ് നമ്മൾ നോക്കിയിട്ട് ഫസ്റ്റ് ഡാർക്ക് ലൈൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, മുകളിലത്തെ ഭാഗം നമ്മൾ കറക്റ്റായിട്ട് വളരെ സാവധാനം ഡാർക്കായിട്ട് നമ്മളിവിടെ വരച്ചെടുക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് 2B പെൻസിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഷെയ്ഡ് എടുക്കാം. ചുണ്ടിൻ്റെ ഉൾഭാഗത്തെ ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് ഞാൻ ഒന്ന് വരച്ചിട്ടുണ്ട്. ഇവിടെ നമ്മളിവിടെ ഇയർബഡ്സ് വെച്ചിട്ട് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്യുന്നു. പിന്നെ അവിടുത്തെ കവൾവശത്തൊരു ചെറിയൊരു കറുത്ത ഡോട്ടുണ്ട്. അപ്പോൾ ആ റൈറ്റ് സൈഡിൽ അത് ഞാൻ വരച്ചിട്ടുണ്ട്. ഇനി താഴ്ചുണ്ട് വരക്കാം. അപ്പോൾ താഴ്ചുണ്ടിൽ നമുക്ക് എവിടേക്കാണ് ലൈറ്റ്നസ് ഉള്ളത്, എവിടേക്കാണ് ഡാർക്ക്നെസ് ഉള്ളത് അത് നോക്കിയിട്ട് കറക്റ്റായിട്ട് ജസ്റ്റ് ഷെയ്ഡ് ചെയ്യുക. പിന്നെ ആ വൈറ്റില്ല ഭാഗം അങ്ങനെ ഒഴിച്ചു വിടുക. എന്നിട്ട് നമുക്ക് ബഡ്സ് വെച്ചിട്ടൊന്ന് നമുക്ക് ഫുള്ളായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, എവിടേക്കാണോ വൈറ്റ് വിടേണ്ട ഭാഗം അവിടേക്ക് വൈറ്റ് വിട്ടു. ബാക്കിയുള്ള ഭാഗം ഞാൻ ജസ്റ്റ് ഷെയ്ഡ് ചെയ്തു. പിന്നെ ബാക്കി വരുന്ന പെർഫെക്ഷൻ വർക്ക് നമ്മളുടെ ഇയർബഡ്സ് വെച്ചിട്ട് ഫുള്ളായിട്ട് നമ്മളിവിടെ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നു. ഓക്കെ, ഇത്രയും നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കവളിൻ്റെ ഭാഗത്ത് കിടക്കാം. താഴ്ഭാഗത്തെ ആ ബേസിക് ഷേപ്പിൽ കിടക്കാം. പിന്നെ എവിടേക്കാണ് ഷെയ്ഡിങ്സ് ഉള്ളത് അവിടേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട് നമുക്കിവിടെ ഷെയ്ഡ് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഹൈലൈറ്റ്സ് കൊടുക്കാം. ചുണ്ടിൻ്റെ ഹൈലൈറ്റ്സ് കൊടുക്കാം. ഞാനിവിടെ മോണോ 0 എറേസർ വെച്ചിട്ട് ചെറിയ ചെറിയ ഭാഗങ്ങൾ ഡീറ്റെയിൽസ് ഞാനിവിടെ ലൈറ്റായിട്ട് ഞാൻ ഹൈലൈറ്റ്സ് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ഇത് ഈ മോണോസീറോ എറേസർ വെച്ചാൽ ചെറിയൊരു റബ്ബർ ടൈപ്പാണ് കിട്ടുന്നത്. നമുക്ക് മൈന്യൂട്ടായ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ വരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂൾസാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഇത്രയും ഭാഗം നമുക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ വരുന്ന ചുണ്ടിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. കുറച്ച് ഡാർക്ക്നെസ് ഏരിയാസൊക്കെ ഒന്നുകൂടി നമുക്കൊന്ന് തിക്കായിട്ട് വരക്കാവുന്നതാണ്. ഓക്കെ, അത്രയും നമുക്ക് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ, നമുക്കിനി താഴത്തെ ചുണ്ടിൻ്റെ ആ ഒരു ഭാഗത്ത് ജസ്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുക്കാവുന്നതാണ്. ആ ഡീറ്റെയിൽസ് നല്ലപോലെ വരച്ചെടുക്കുക. ഓക്കെ, ജസ്റ്റ് ഡാർക്ക്നെസ് എവിടേക്കാണ് വേണ്ടത്, ലൈറ്റ്നെസ് എവിടേക്കാണ് വേണ്ടത് നമ്മൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് നമ്മളിവിടെ വരച്ചെടുക്കുന്നു. ഓക്കെ, ഇത്രയും നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫിംഗർ വെച്ചിട്ട് ബാക്കി വരുന്ന ഭാഗത്തൊക്കെ നമുക്കൊന്ന് ഷെയ്ഡിങ്സ് കൊടുക്കാം. ഞാൻ ഫസ്റ്റിലെ പറഞ്ഞു ഈ ഒരു ചിത്രം കുറച്ച് വെളുത്ത ഇതായ ഫേസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അധികം ഷെയ്ഡിങ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കി നമുക്ക് ഫിംഗർ വെച്ചിട്ട് ബ്ലെൻഡ് എടുക്കാവുന്നതാണ്. അധികം ഡാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ലുക്ക് പോകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ലൈറ്റ് സ്മൂത്ത് ആയിട്ടുള്ള ഷെയ്ഡിങ്സാണ്, മൈന്യൂട്ടായിട്ടുള്ള ഷെയ്ഡിങ്സൊക്കെ നമ്മളിവിടെ ഇയർബഡ്സ് വെച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് കൊടുക്കാം. ഓക്കെ, നമുക്ക് ഇത്രയും നമുക്ക് റെഡി ആയിട്ടുണ്ട്. മൂക്കിൻ്റെ ഭാഗം ജസ്റ്റ് ഞാൻ ഒന്ന് ബ്ലെൻഡ് ചെയ്തിടുന്നു. പിന്നെ ഇനി കഴുത്തിൻ്റെ ഭാഗത്ത് കിടക്കാം. കഴുത്തിൻ്റെ ഭാഗം സെയിം നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ആ ഷേപ്സും ആ ഫേസിൻ്റെ ഷേപ്സ് ഏകദേശം നമുക്ക് റെഡി ആക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇനി എവിടെയൊക്കെയാണോ ഡാർക്ക്നെസ് വരുന്നത് അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് 2B പെൻസിൽ വെച്ചിട്ട് ജസ്റ്റ് ഞാൻ ഷെയ്ഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഫിംഗർ വെച്ചിട്ട് ഞാൻ ബ്ലെൻഡ് ചെയ്യുന്നു. താഴത്തെ കഴുത്തിൻ്റെ ഭാഗം കുറച്ച് ഡാർക്ക്നെസ്സുള്ള ഷേഡോസ് കാണിക്കേണ്ടതുണ്ട്. അപ്പോൾ എന്നാൽ മാത്രമേ നമുക്കിവിടെ മുഖത്തിൻ്റെ എടുത്ത് കാണിക്കുള്ളൂ, മുഖത്തിൻ്റെ ഷേപ്സ് നമുക്ക് എടുത്ത് കാട്ടാൻ കഴിയുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് കഴുത്തിൻ്റെ ഭാഗത്തെ കുറച്ച് ഷെയ്ഡിങ്സൊക്കെ ലൈറ്റ് കൊടുക്കുക. ഡാർക്ക്നെസ് എവിടേക്കാണോ വരുന്നത്, ഏതൊക്കെയാണോ ഡീറ്റെയിൽസ്, കഴുത്തിൻ്റെ ഭാഗത്തുള്ള ഡീറ്റെയിൽസുകളും പിന്നെ ചെറിയ വരകളൊക്കെ നമ്മളിവിടെ വരച്ചെടുക്കുക, ലൈറ്റ് വരച്ചെടുക്കുക. ഓക്കെ, ഇത്രയും നമുക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട്. മൈന്യൂട്ട്സ് ആയിട്ടുള്ള എല്ലാ ഏരിയയും നമുക്ക് കവറാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വരുന്ന ഭാഗത്ത് കിടക്കാം. ബാക്കി കഴുത്തിൻ്റെ താഴ്ഭാഗത്തൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് മാലയിലേക്ക് കിടക്കാം. ഒരു കറുത്തൊരു മാലയാണ് ഇവിടെ ഇട്ടിട്ടുള്ളത്, ചരട്. അപ്പോൾ ചരട് നമ്മൾ നല്ല ഡാർക്കായിട്ടുള്ള പെൻസിൽ വെച്ചിട്ട് ഞാനിവിടെ 6B പെൻസിൽ വെച്ചിട്ട് ഞാനിവിടെ വരച്ചു. പിന്നെ ചെവിയിലേക്ക് കിടക്കാം. ചെവിയിൽ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും, അതുപോലെ തന്നെ ഒരു കാതിലൊക്കെ ഉണ്ട്, അപ്പോൾ അതും വരച്ചു. റൈറ്റ് സൈഡിലെ കാതിലും ഞാനിവിടെ വരച്ചു. 2 കാതിലും ഏകദേശം നമുക്ക് റെഡി ആയിട്ടുണ്ട്. 2 കാതിലും നമുക്ക് റെഡി ആയിട്ടുണ്ട്. ചുണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടി നമുക്ക് പെർഫെക്റ്റ് ആക്കാം. ഓക്കെ, ഒന്നുകൂടി നമ്മളിവിടെ ലൈറ്റായിട്ട് ഷെയ്ഡിങ്സ് കൊടുക്കുന്നു. എപ്പോഴും നമ്മൾ ലെയർ വേണം ചെയ്യാം, എന്നാൽ മാത്രമേ നമുക്ക് ആ ലുക്ക് കിട്ടുള്ളൂ. പിന്നെ ഹൈലൈറ്റ്സിനായിട്ട് ഇവിടെ ജെൽപ്പൻ ഉപയോഗിക്കുന്നുണ്ട്. വൈറ്റ് ജെൽപ്പൻ വെച്ചിട്ട് ഒന്നുകൂടി നമുക്ക് തിളക്കം കൂട്ടാൻ, ചുണ്ടിൻ്റെ തിളക്കം ഒന്നുകൂടി നമുക്ക് നാച്ചുറൽ ലുക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാനിവിടെ വൈറ്റ് ജെൽപ്പൻ ഉപയോഗിക്കുന്നു. ഓക്കെ, നമുക്ക് ഇത്രയും നമുക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്നുകൂടി നമുക്ക് ഡാർക്ക്നെസ് എവിടെയൊക്കെയാണ് കുറഞ്ഞിട്ടുള്ളത് ആ ഭാഗത്തൊക്കെ ഒന്നുകൂടി നമുക്ക് ഡാർക്ക്നെസ് കൂട്ടി എടുക്കാവുന്നതാണ്. ഓക്കെ, അതും ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തെ ചുണ്ടിൻ്റെ ഭാഗത്തെ ഡീറ്റെയിൽസ് ഒന്നുകൂടി നമുക്ക് ഫൈനൽ റീടച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് ഫൈനലായിട്ട് നമുക്ക് ഡാർക്ക്നെസ് എവിടേക്കാണ് കുറഞ്ഞിട്ടുള്ളത്, എവിടേക്കാണ് കൂടുതലുള്ളത് എല്ലാം നോക്കിയിട്ട് കറക്റ്റായിട്ട് നമ്മളിവിടെ ഷെയ്ഡ് എടുക്കുന്നു. ബാക്കി ചുണ്ടിൻ്റെ ഭാഗത്തേക്കുള്ള ആ ഷെയ്ഡിങ്സും ഞാൻ ചെയ്തിട്ടുണ്ട്. ബാക്കി മുകൾ ചുണ്ടിൻ്റെ ആ ഒരു ഭാഗം നമ്മളിവിടെ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയും നമുക്ക് മാക്സിമം കവറായിട്ടുണ്ട്. ബാക്കി വരുന്ന ഭാഗത്തൊക്കെ എത്രത്തോളം ലൈറ്റ് വേണം, എത്രത്തോളം ഡാർക്ക് വേണം നമ്മൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് ഇവിടെ ഷെയ്ഡ് ചെയ്തെടുക്കുക. കവിളിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ ജസ്റ്റ് ഡാർക്ക്നെസ് ഉണ്ട്, ആ മുടിയുടെ ഷേഡോസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്തിട്ട് ഞാനിവിടെ കൈ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് പിന്നെ മൂക്കിൻ്റെ ഭാഗം ഒന്നുകൂടി നമുക്ക് കുറച്ചായിട്ട് ഡീറ്റെയിൽസ് കൊടുക്കാനുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് മൈന്യൂട്ട്സായ നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മളവിടെ അതും വരക്കുന്നു. മൂക്കിൻ്റെ ആ ഷേപ്സും നമ്മൾ ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കുകയാണ്. ഓക്കെ, അതും നമുക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട്. മൂക്കിൻ്റെ ഭാഗവും നമുക്ക് റെഡി ആയിട്ടുണ്ട്. മൂക്കിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. ഓക്കെ, മാക്സിമം നമ്മളെ വീഡിയോസ് ഏകദേശം ഒരു ഫേസ് ആ ഒരു ലുക്ക് വന്നിട്ടുണ്ട്. പിന്നെ വരുന്നത് ഹെയറിൻ്റെയൊക്കെ ഭാഗമാണ്. അപ്പോൾ ആ ഒരു വീഡിയോ നമുക്ക് അടുത്തൊരു പാർട്ടിൽ കാണിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സ് അറിയിക്കുക. താങ്ക് യു.